ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്യൂഡ്രോപ്പ് എന്ന ഈ യൂട്യൂബ് ചാനലിൽ റാസോ ഇന്റർനാഷണൽ എന്ന കൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് റാസോയുടെ ഒരു പുതിയ കാൽവെപ്പിനെ കുറിച്ചാണ്. അതിനു മുമ്പ് എന്റെ എല്ലാ റാസോ മെമ്പേഴ്സും മനസ്സിലാക്കേണ്ടത് ഏതൊരു വിജയത്തിന് മുമ്പിലും ഒരു തോൽവിയുടെ കയ്പ് രസം ഉണ്ടാകും എന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് നെഗറ്റീവ് ന്യൂസുകൾ റാസോ ഇന്റർനാഷണൽ കൺസെപ്റ്റിനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഓരോ നെഗറ്റീവ് ന്യൂസിലും നിങ്ങൾ കാണേണ്ടത് അതൊരു എങ്ങനെയാണ് അത് പോസിറ്റീവ് ആക്കി എടുക്കുക എന്നുള്ളതും, അത് പോസിറ്റീവ് ആക്കി എടുത്ത് നിങ്ങൾ ഈ വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്ത് മാക്സിമം നിങ്ങൾക്ക് കിട്ടിയ ഈ ഗുഡ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഓരോ നെഗറ്റീവ് ന്യൂസും നിങ്ങൾ എത്രത്തോളം അത് പോസിറ്റീവാക്കി ഏറ്റെടുത്ത് ചെയ്യാൻ ശ്രമിക്കുന്നോ അവിടെയാണ് നിങ്ങൾക്ക് വിജയം ഉണ്ടാകുക. റാസോ ഇന്റർനാഷണൽ എന്ന കൺസെപ്റ്റ് പുതിയ ഒരു പ്രൊജക്റ്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ സ്റ്റാർട്ടിംഗ് ടൈമിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റാസോ കോയിൻ എന്ന ഒരു ക്രിപ്റ്റോ കറൻസി ബേസ്ഡ് കോയിൻ വരുന്നുണ്ട് എന്ന്. ഇന്ന് പ്രത്യക്ഷത്തിൽ അത് ഓൾറെഡി ലിസ്റ്റ് ചെയ്യപ്പെട്ടു. അതിന്റെ ബൈയിങ് സ്റ്റാർട്ട് ചെയ്തു. RCF കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി നമുക്ക് എങ്ങനെ ബൈ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ബൈ ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യമായി തന്നെ നമ്മുടെ റാസോ ഇന്റർനാഷണൽ എന്ന കൺസെപ്റ്റിലെ നമ്മുടെ ID ലോഗിൻ ചെയ്യുക. ID ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡാഷ്ബോർഡിൽ ധാരാളം ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ RCF കോയിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 3 ഓപ്ഷനാണ് കാണാൻ സാധിക്കുന്നത്: ബൈ കോയിൻ, സെൽ കോയിൻ, കോയിൻ സ്റ്റേറ്റ്മെന്റ്. അതിൽ ബൈ കോയിൻ എന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ വിൻഡോ ഓപ്പൺ ആയി വരും. ആ വിൻഡോയിൽ 3 ഓപ്ഷനാണ് കാണിക്കുന്നത്. 1 വാലറ്റ് ബാലൻസ്, 2 കോയിൻ റേറ്റ്, 3 പർച്ചേസ് എമൗണ്ട്. ഈ വാലറ്റ് ബാലൻസിൽ എത്ര ഡോളർ ആണോ ഉള്ളത് അതിൽ നിന്നാണ് നമ്മൾ കോയിൻ ബൈ ചെയ്യാൻ ഡോളർ യൂസ് ചെയ്യുന്നത്. റാസോ മെമ്പറും ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരുടെ റാസോ IDയിലെ മെയിൻ വാലറ്റിൽ മാക്സിമം ഡോളർ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ RCF കോയിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പർച്ചേസ് എമൗണ്ട് എന്ന കോളം കാണാൻ സാധിക്കും. അവിടെ നമ്മൾ എത്ര രൂപക്കാണോ അല്ലെങ്കിൽ എത്ര ഡോളറിനാണോ കോയിൻ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡോളർ അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോയിൻ ബൈ ചെയ്യാനായിട്ട് സാധിക്കും. അറ്റ് എ ടൈം ഏതൊരു മെമ്പർക്കും മാക്സിമം 100 കോയിൻ ആണ് ബൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇന്നത്തെ കോയിൻ റേറ്റ് എന്ന് പറയുന്നത് $1.05 ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു $135 നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് എമൗണ്ട് കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് 100 കോയിൻ വാങ്ങാൻ പറ്റുക. അപ്പോൾ നമ്മളുടെ മെയിൻ വാലറ്റിൽ എത്ര ഡോളറാണോ ഉള്ളത് ആ ഡോളറിന് അനുസൃതമായി നമ്മൾ ആ പർച്ചേസ് എമൗണ്ടിൽ അവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്യുക. അത് ഒരു പക്ഷേ 100-ൽ കുറവാണ്, $10 ആണ്, $50 ആണെങ്കിൽ പോലും അത്രയും ഡോളറിനും നമുക്ക് എന്ത് ചെയ്യാം? കോയിൻ ബൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാളുടെ അക്കൗണ്ടിൽ ഒരു $50 ആണെങ്കിൽ അവിടെ വാലറ്റ് ബാലൻസിൽ അവിടെ ഓൾറെഡി അവരുടെ ബാലൻസ് കാണിക്കുന്നുണ്ടായിരിക്കും. ഒരാളുടെ മെയിൻ വാലറ്റിൽ $50 ആണ് ഉള്ളത് എങ്കിൽ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വാലറ്റ് ബാലൻസിൽ $50 എന്ന് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് കോയിൻ റേറ്റ് അവിടെ അതിന്റെ താഴെയായിട്ട് കാണാൻ സാധിക്കും. അതിന്റെ താഴെയായിട്ട് പർച്ചേസ് എമൗണ്ട് എന്ന ഓപ്ഷനിൽ നമ്മൾ 50 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷനായി കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വിൻഡോയിലോട്ട് പോയി കൺഫേം ചോദിക്കുന്നുണ്ടാകും. അവിടെ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോയിൻ ബൈ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ബൈ ചെയ്ത കോയിൻ നമുക്ക് വീണ്ടും RCF കോയിനിൽ കോയിൻ സ്റ്റേറ്റ്മെന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഡോളറിനാണ് കോയിൻ ബൈ ചെയ്തതെന്നും എത്ര കോയിനാണ് നമുക്ക് കിട്ടിയതെന്നും അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഈ ചാനൽ ഡ്യൂഡ്രോപ്പ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റാസോ ഇന്റർനാഷണൽ എന്ന കൺസെപ്റ്റിനെ കുറിച്ച് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.